താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയി നടൻ സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരാകും. ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കായുള്ള വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലാണ്. റിയ ബേബി, വിവരങ്ങളുമായിട്ട് റിയ, കുറച്ച് പോസ്റ്റുകളിലേക്ക് മാത്രമാണ് മത്സരം നടന്നത്. കടുത്ത പോരാട്ടമായിരുന്നോ? എങ്ങനെയാണ് വോട്ടിംഗ്? ദിവിഷ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിഞ്ഞപ്പോൾ മറ്റാര് വിരുദ്ധനതായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 3 പേരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. സിദ്ദിഖും പൊക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും. അതിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരായി ജഗദീഷും ജയൻ ചേർത്തലയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ജു പിള്ള കൂടി മത്സര രംഗത്തുണ്ടായിരുന്നു. മഞ്ജു പിള്ളയെ പരാജയപ്പെടുത്തിയാണ് ജയൻ ചേർത്തലയും ജഗദീഷും തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജും അനൂപ് ചന്ദ്രനും മത്സര രംഗത്തുള്ളത്. ഇതിൽ ബാബുരാജാണ് കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 2 പോസ്റ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ കൂടി പൂർത്തിയാകുന്ന ശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും മോഹൻലാൽ പ്രസിഡന്റായി നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ മറ്റു ഭാരവാഹികൾ ആരൊക്കെയെന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് വരുന്നു. വലിയ ഇടവേളയ്ക്ക് ശേഷം ഇടവേള ബാബു മാറുമ്പോൾ ആണ് സിദ്ദിഖ് ആ സ്ഥാനത്തേക്ക് വരുന്നത്.